പശ്ചിമ ബംഗാളിൽ ഓരോ ദിവസവും ഹിന്ദുക്കൾ കൂട്ടക്കുരുതിക്ക് ഇരയാകുമ്പോൾ അവിടെ മമതാ ബാനർജി ഒരു ഇമാം സമ്മേളനം സംഘടിപ്പിച്ചിരിക്കുകയാണ്. ആ ഇമാം സമ്മേളനം വഖഫ് ഭേദഗതി പശ്ചിമ ബംഗാളിൽ നടപ്പാക്കാൻ സാധിക്കില്ല അല്ലെങ്കിൽ സമ്മതിക്കില്ല എന്ന് മുസ്ലിം സമുദായത്തെ ഊന്നി ഉറപ്പിക്കാൻ അല്ലെങ്കിൽ അവരുടെ പ്രീതി പിടിച്ചു പറ്റാൻ വേണ്ടി ഒന്നുകൂടെ മുസ്ലിം സമുദായത്തിന്റെ കൂടെയാണ് ഞാനെന്ന് അറിയിക്കാൻ വേണ്ടിയാണ് മമതാ ബാനർജി ഇമാം സമ്മേളനം സംഘടിപ്പിച്ചത്. പക്ഷേ ഈ ഇമാം സമ്മേളനത്തിൽ മമതാ ബാനർജി പറയുന്ന പല കാര്യങ്ങളും അങ്ങേയറ്റം വർഗീയവും എന്തിനു പറയുന്നു ഹിന്ദു വിരുദ്ധവുമായിട്ടുള്ള പ്രസ്താവന മമതാ ബാനർജി പറയുന്നത്. അതിൽ ഒരു പ്രസ്താവന വളരെയധികം വിവാദമായി മാറിയിട്ടുണ്ട്. അതായത് വഖഫ് ഭൂമിയിലാണ് ഹിന്ദുക്കൾ താമസിക്കുന്നത് എന്നാണ് മമതാ ബാനർജി പറയുന്നത്. ഇത് വളരെയധികം പ്രതിഷേധമാണ് ഇപ്പോൾ പശ്ചിമ ബംഗാളിൽ ഉയർത്തിയിരിക്കുന്നത്. ഇപ്പോൾ കൊൽക്കത്തയിലാണ് ഈ വഖഫ് നിയമത്തെക്കുറിച്ച് ഒരു വലിയ ഇമാം സമ്മേളനം ഇവർ സംഘടിപ്പിച്ചത്. വഖഫ് നിയമത്തെ എതിർക്കുന്നതിനോടൊപ്പം നായിഡുവിനെയും നിതീഷ് കുമാറിനെയും ക്രൂരമായി ആക്രമിക്കുകയും ചെയ്തു. മുർഷിദാബാദിലെ ആക്രമണത്തെ അതിശയോക്തിപരമായി ചിത്രീകരിച്ച് ഹിന്ദുക്കൾ വഖഫ് ഭൂമിയിൽ താമസിക്കുന്നുണ്ടെന്ന് പ്രസ്താവന നടത്തി പൊതുജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചുവെന്നും ഇപ്പോൾ മമതാ ബാനർജിക്കെതിരെ ആരോപണം ഉയർന്നുണ്ട്. സാമൂഹിക ക്ഷേമത്തിനായി ഹിന്ദുക്കൾ വഖഫിന് സ്വത്ത് ദാനം ചെയ്തതായിട്ട് മമതാ ബാനർജി പറഞ്ഞു. അതായത് ഹിന്ദുക്കൾ വഖഫിന് സ്വത്ത് ദാനം ചെയ്യുന്നുണ്ട്, അത് ഹിന്ദുക്കൾ സാമൂഹിക ക്ഷേമത്തിനാണ് ചെയ്യുന്നതാണ് എന്ന് പറഞ്ഞ് പച്ചക്കള്ളം മമതാ ബാനർജി അവിടെ പടച്ചുവിടുന്നുണ്ട്. പല സ്ഥലങ്ങളിലും ഹിന്ദു കുടുംബങ്ങൾ വഖഫ് സ്വത്തിലാണ് താമസിക്കുന്നത്. BJP സംസ്ഥാന വഖഫ് ബോർഡിന്റെ നിയന്ത്രണം ഏറ്റെടുത്തിരിക്കുന്നു, അതിനെ തകർക്കാൻ ശ്രമിക്കുകയാണ്. നിങ്ങൾക്ക് രാജ്യത്ത് കേവല ഭൂരിപക്ഷമില്ല, എന്നിട്ടും നിങ്ങൾ നിങ്ങളുടെ ആധിപത്യം ഉറപ്പിക്കുകയാണ് എന്നാണ് മമതാ ബാനർജി ഈ ഇമാം സമ്മേളനത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതേസമയം മുർഷിദാബാദിലെ ആക്രമണങ്ങൾ വീണ്ടും വർദ്ധിച്ചിരിക്കുന്നു എന്ന റിപ്പോർട്ട് ഒരു ഭാഗത്ത് പുറത്തു വരുന്നു. ഈ റിപ്പോർട്ട് ഒരു ഭാഗത്ത് പുറത്തു വരുമ്പോൾ മമതാ ബാനർജി ഇതിനെ എങ്ങനെയാണ് പ്രതിരോധിക്കുന്നത് എന്ന് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇത് കോൺഗ്രസ് ആണ് ഇതിന് പിന്നിൽ, ഈ ആക്രമണങ്ങൾക്ക് പിന്നിൽ എന്നാണ് മമതാ ബാനർജി പറയുന്നത്. തനിക്കിതിൽ യാതൊന്നും ചെയ്യാനില്ല എന്ന് മമതാ ബാനർജി പറയുന്നു. എങ്ങനെയാണ് കോൺഗ്രസ് ഇതിന്റെ പിന്നിലാവുന്നത്? ആക്രമണങ്ങൾ നടക്കുന്നതെല്ലാം കോൺഗ്രസ് MP-മാരുടെ അല്ലെങ്കിൽ MLA-മാരുടെ മണ്ഡലത്തിലാണ്, അല്ലെങ്കിൽ കോൺഗ്രസ് നേതാക്കൾ നേതൃത്വം കൊടുക്കുന്ന മണ്ഡലത്തിലാണ് എന്നാണ് മമതാ ബാനർജി പറയുന്നത്. തനിക്ക് ഈ കാര്യത്തിൽ ഒന്നും ചെയ്യാനില്ല എന്ന് മമതാ ബാനർജി കൈമലത്തുന്നുണ്ട്. വഖഫ് ആക്രമണത്തിന് തൃണമൂൽ കോൺഗ്രസ് ഉത്തരവാദിയാണെങ്കിൽ ഞങ്ങളുടെ നേതാക്കളുടെ വീടുകൾക്ക് നേരെ ആക്രമണങ്ങൾ ഉണ്ടാകുമായിരുന്നില്ല എന്ന് മമതാ ബാനർജി പറയുന്നു. വഖഫ് നിയമത്തിന്റെ വിഷയത്തിൽ മുർഷിദാബാദ് ജില്ലയിലെ ചില പ്രദേശങ്ങളിൽ വീണ്ടും അസ്വസ്ഥതകൾ ഉണ്ടായി. പക്ഷേ അതിനെ വളച്ചൊടിച്ച് വലിയ ഇവിടെയുള്ള മുസ്ലിങ്ങൾക്കെതിരെ തിരിച്ചുവിടാനുള്ള ശ്രമമാണ് നടക്കുന്നത് എന്നാണ് മമതാ ബാനർജി പറയുന്നത്. മാധ്യമങ്ങൾ ഇത്തരത്തിൽ വാർത്ത കൊടുക്കുന്നത് BJP-യുമായി മാധ്യമങ്ങൾക്ക് വളരെ വലിയ ഒരു സഖ്യം ഈ സംസ്ഥാനത്തുണ്ട്, അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വാർത്ത കൊടുക്കുന്നത്. സത്യം പറഞ്ഞാൽ ഹിന്ദുക്കളൊന്നും അവിടെ പാലായനമൊന്നും ചെയ്യുന്നില്ല, ഇതൊക്കെ BJP-യുടെ ഒരു അടമാണ്. ആ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ട് പോലും മമതാ ബാനർജി അതിനെ അഡ്രസ്സ് ചെയ്യാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. കോൺഗ്രസ് ജയിച്ചിടത്താണ് കലാപം നടക്കുന്നത്, അവർ അവിടെ സ്ഥിതിഗതികൾ നിയന്ത്രിച്ചില്ല എന്ന് മമതാ ബാനർജി പറയുന്നു. സമാധാനം നിലനിർത്താൻ ജനങ്ങളെ പ്രേരിപ്പിക്കാൻ മമതാ ബാനർജി ഇമാമുമാരോട് അഭ്യർത്ഥിച്ചിരിക്കുകയാണ് ഇപ്പോൾ എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.